കണ്ണനോട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ ലക്ഷ്മി വന്നത്? ആരും ഉണ്ടെന്നറിഞ്ഞിട്ട് വന്നതല്ല. ഞാൻ വന്നത് ഒരു സത്യം പറയാനാ. ആ സമയത്ത് കേൾക്കേണ്ടവരെല്ലാം ഇവിടെ ഉള്ളത് നന്നായി. എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞേക്ക് മഹി. കുഞ്ഞിനെ കളയാൻ വേണ്ടിട്ടാ എന്റെ അമ്മയുണ്ടാക്കിയ പലഹാരത്തിൽ വിഷം കലർത്തിയത്. അത് നിങ്ങൾ തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പാ. അമ്മേ, എന്തൊക്കെയാ ഇവിടെ ഈ പറയുന്നേ? പറയട്ടടാ, നമ്മള് നിരപരാധികളാണെന്ന് ദൈവത്തിനറിയാലോ. അല്ല പിന്നെ പറഞ്ഞോ. അതെ, ദൈവത്തിനെല്ലാം അറിയാം. എന്നാ ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു കാര്യം നിങ്ങളുടെ അടുത്തൂടെ പറയാനാ ഞാൻ വന്നത്. പറ കേക്കട്ടെ. ആ സമയത്ത് കണ്ണേട്ടനും കൂടി ഇവിടെ ഉണ്ടായത് നല്ല കാര്യമെന്നാ ഞാൻ പറഞ്ഞത്. എന്താ നിനക്ക് പറയാനുള്ളത്? എന്റെ കുഞ്ഞു പോയെന്നും പറഞ്ഞ് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടല്ലോ ഇവിടെ ചിലര്. എന്നാ കേട്ടോ, കൃത്യസമയത്ത് അനന്തുവേട്ടനും ലേഖയും കൂടി എന്നെ ഇവിടെ എത്തിച്ചതുകൊണ്ട് തോമസ് സാറ് മറുമരുന്ന് തന്നു. ആ മറുമരുന്നിന്റെ ശക്തിയിൽ കുഞ്ഞിനൊന്നും പറ്റിയില്ല. ജീവന്റെ തുടിപ്പ് ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? മഹിയുടെ കുഞ്ഞിന് ഒന്നും സംഭവിച്ചിട്ടില്ലാന്ന്. അങ്ങനെ വരേണ്ടതല്ലോ. അതിന്റെ അർത്ഥം എന്താ? നിങ്ങളൊക്കെ തന്നെ എനിക്ക് വിഷം തന്നൂന്നല്ലേ? ആ വിഷത്തിന്റെ തീവ്രത എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാവുന്നല്ലേ? ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. തോമസ് വൈദ്യൻ കള്ളം പറയുന്ന കൂട്ടത്തിലൊന്നും അല്ലല്ലോ. അയാളോട് കുഞ്ഞു പോയോന്ന് ചോദിച്ചപ്പോ പോയെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ നിങ്ങളൊക്കെ സന്തോഷിക്കട്ടെ എന്ന് സാറും കരുതി കാണും. സാറിനിപ്പോ കണ്ണമോനെ നീ വഞ്ചിച്ചതുകൊണ്ട് നിന്നോട് അത്ര വലിയ താല്പര്യമൊന്നും കാണത്തില്ല. പിന്നെ ചികിത്സിക്കാൻ വരുന്ന ആരാണെങ്കിലും അങ്ങേര് തള്ളിക്കളയത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യജീവൻ ഇല്ലാതാക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല തോമസ് സാറ്. പ്രത്യേകിച്ച് ജനിക്കാത്തൊരു കുഞ്ഞിനെ അദ്ദേഹം ഒരിക്കലും കളയാൻ കൂട്ടു നിൽക്കില്ല. അങ്ങനെ ചിന്തിക്കുന്ന മൃഗത്തെ പോലും നാണിപ്പിക്കുന്ന ചിലരുണ്ട്. അവർക്ക് മാത്രമേ അതിനൊക്കെ കഴിയൂ. കേൾക്കേണ്ടത് കേട്ടല്ലോ. ഇനി കുഞ്ഞു പോയെന്നും പറഞ്ഞ് തല്ലിന്റെ വേദന മറക്കണ്ട. കുഞ്ഞു പോയിട്ടില്ല. ഇനി ആ വേദന ഉള്ളി വെച്ച് നിങ്ങൾ കിടന്നാ മതി. വാലേക്കേ. മോനെ കണ്ണ, ആ പറഞ്ഞതൊന്നും സത്യമായിരിക്കില്ല. അവള് നമ്മുടെ സന്തോഷം കണ്ടിട്ട് നമ്മളെ ഇന്ന് സങ്കടപ്പെടുത്താൻ വേണ്ടിട്ട് പറഞ്ഞതായിരിക്കും. അങ്ങനെ തന്നെ എനിക്കും തോന്നുന്നു. അല്ലെങ്കിൽ തോമസ് സാർ കുഞ്ഞു പോയെന്ന് പറഞ്ഞപ്പോ അത് ശരിയാവേണ്ടതല്ലേ? അമ്മേ, അങ്ങേരെ പോയെന്ന് കാണ. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോന്ന് ചോദിക്കേ. ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കാടാ. എടാ, അവളുടെ കുഞ്ഞു പോയത് തന്നെയാ. അവളുടെ ജാള്യത മറയ്ക്കാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് ആളായിട്ട് പോയതാ. നാണം കേട്ടവള്. ഇനി ആ കുഞ്ഞു പോയി കാണത്തില്ലേ? അറിയത്തില്ല. പോയില്ലെങ്കിലേ അത് ഇരുട്ടത്ത് കിട്ടിയ അടി തന്നെയാണ് കണ്ണ. പ്രത്യേകിച്ച് കണ്ണന്. നിന്റെ വാരിയിലടിച്ച് തകർക്കല്ല വേണ്ടത്, അതിങ്ങി ഊരിയെടുക്കേ വേണ്ടത്.